റോജ, വയനാട് പുനരധിവാസം ഇപ്പോഴും സർക്കാരിന് വ്യക്തമായ പ്ലാനും ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾ ദുരിതത്തിലുമാണ്. ഇതിലെന്താ ഒരു അവസാനം ഉണ്ടാവും? അല്ല, ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഈ ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ 8 മാസമാവുന്നു. ജൂലൈ 30 രാത്രിയിലായിരുന്നു സംഭവിച്ചത്. അതിനുശേഷം നമ്മുടെ സർക്കാർ അന്ന് ആ ദിവസങ്ങളിലൊക്കെ ഒരു സംഘടിതമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. കാണാതെ പോയവരെ കണ്ടെത്താനും മൃതശരീരങ്ങൾ തിരഞ്ഞെടുക്കാനും ഒക്കെ ഒരു സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നൊരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ ആ ഒരു ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം സർക്കാരിൻ്റെ ആവശ്യം പരിഗണിച്ച് വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുകയും 80 കോടി രൂപയോളം നൽകുകയും ചെയ്തു. അത് മലയാളികളുടെ ഒരു കൂട്ടായ ഒരു സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണമായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾ കാണുന്നത് ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ മരവിച്ച് നിൽക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും നിസ്സംഗതയോടുകൂടി ആ പാവപ്പെട്ടവരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം കുടുംബം നഷ്ടപ്പെട്ടവരെ, ജീവിതം നഷ്ടപ്പെട്ടവരെ, വസ്തു നഷ്ടപ്പെട്ട എല്ലാ അർത്ഥത്തിലും മുടുതുണി പോലും ഇല്ലാതെ തെരുവാധാരമായി പോയ പാവങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു 2 ഗ്രാമങ്ങൾ തന്നെയാണ് പൂർണ്ണമായി ഇല്ലാതായിപ്പോയതും ഒരുപാട് പേരെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും 100-125 പേരെ കാണാനുണ്ട്. അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പരസ്പരം പഴിചാരി കേന്ദ്രത്തേക്ക് കുറ്റം പറഞ്ഞ് കേരളത്തേക്ക് കുറ്റം പറഞ്ഞ് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാതെ അന്നു മുതൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത്. ഏറ്റവും വലിയ ഇന്നലെയൊക്കെ തന്നെ അസംബ്ലിയിൽ പ്രതിപക്ഷ MLA പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ ലോക്കൽ MLA ആയ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പോലും ആർക്കൊക്കെയാണ് ഈ വീട് കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ല. അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ആരൊക്കെയാണ് കാണാതെ പോയത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. ഈ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങി പരസ്പരം പഴിചാരിയൊക്കെ ചെയ്യുന്ന നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഇത്രയും ഒരുപാട് ധനാഢ്യരായ ആൾക്കാർ, സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ഉണ്ടായിരുന്നവർ, സ്വന്തമായി വീടും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും വാടക വീടുകളിലുമായിട്ടൊക്കെ കഴിയുന്നത്. അവർക്ക് അന്നത്തേക്കുള്ള ആഹാരത്തിന് പോലും മാർഗമില്ലാതിരിക്കുന്ന, അന്നത്തെ ആഹാരത്തിന് വേണ്ടി 300 രൂപ വീതം പ്രായപൂർത്തിയായവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ആ പണമേ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കഷ്ടത്തിലായ ഒരു ജനതയോടാണ് നമ്മുടെ ഈ സർക്കാരും അവരുടെ വകുപ്പുകളും ഒക്കെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ട് തട്ടുന്നത്. അതായത് ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായ കാര്യം. അതുപോലും സർക്കാർ ചെയ്യാതെയാണ് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം കല്ലിടാൻ പോകുന്നു എന്നൊക്കെ മന്ത്രി പ്രഖ്യാപിച്ചത്. അതാണ്. അതായത് ഇപ്പൊ നോക്കി 8 മാസം കഴിഞ്ഞിട്ട് ഒരു വീടിന് തറക്കല്ലിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി. അതായത് ഏതാണ്ട് 50ഓളം സ്പോൺസേഴ്സ് വന്നിരുന്നു വീട് വെച്ചു കൊടുക്കാൻ. രാഷ്ട്രീയ പാർട്ടികൾ, മത സാമുദായിക സംഘടനകൾ, ഈ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, സേവാഭാരതി പോലുള്ളവർ, അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, കോൺഗ്രസ്, എല്ലാവരും, എല്ലാവരും കർണാടക സർക്കാരൊക്കെ, തെലുങ്കാന സർക്കാരും ഒക്കെ വന്നു. എന്നിട്ട് നോക്കി ആ സർക്കാരുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ വസ്തു നഷ്ടപ്പെട്ടവർ അവർ ഒരു കൂടുതൽ കാര്യം, അവർക്ക് ബംഗ്ലാവ് വെച്ച് കൊടുക്കണമെന്നോ കൊട്ടാരം വെച്ച് കൊടുക്കണമെന്നോ ഒന്നും അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് 7 സെൻറ്റ് സ്ഥലം വെച്ചുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്നത് മിനിമം 10 സെൻറ്റെങ്കിലും ഞങ്ങൾ ഈ വീട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങി നിൽക്കാനുള്ള സ്ഥലമില്ല. നിങ്ങൾ ഏതായാലും ടൗൺഷിപ്പ് ഒരു എസ്റ്റേറ്റിൻ്റെ സ്ഥലം എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതുകൂടെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ അത് നടക്കും. അതുപോലെ തന്നെ സ്പോൺസേഴ്സുമായിട്ട് ഇതുവരെ പോലും ചർച്ച നടന്നിട്ടില്ല. ആദ്യം പറഞ്ഞ് 30 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചിലവാകുമെന്ന് പറയുന്നു. അത് സ്പോൺസേഴ്സ് അതിന് തയ്യാറാവാതെ നിന്നപ്പോഴത്തേക്ക് അത് വീടിൻ്റെ ചിലവ് കുറച്ച് 20 ലക്ഷത്തിലെത്തി. ഇപ്പോഴും അവർക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് 15 ലക്ഷമാണ് പല സ്പോൺസേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലൊന്നും ഒരു വ്യക്തതയില്ല. നമ്മുടെ ഈ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും നടക്കാത്ത രീതിയിലുള്ള റവന്യൂ വകുപ്പായാലും മറ്റുള്ളവരൊന്നും ഒരനക്കവും നടക്കുന്നില്ല എന്ന്. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി നിങ്ങളെങ്ങനെയാണ് ഈ ന്യായങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. നിസ്സഹായരായ മനുഷ്യരോടാണ് സർക്കാരിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ്, അതാണ് ഏറ്റവും സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങൾ അവരുടെ പുനരധിവാസം നീട്ടിക്കൊണ്ടു പോവുകയാണ്. നോക്കിയേ, സർക്കാരിൻ്റെ പക്കൽ കേരളത്തിലെ ജനങ്ങൾ വിദേശത്തും സ്വദേശത്തും ഇന്ത്യയിൽ തന്നെ പലയിടത്തുമായി കഴിയുന്ന പല വ്യക്തികൾ കൊടുത്ത് 750 കോടി രൂപ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ പണം മാത്രം മതിയല്ലോ നിങ്ങൾക്ക് പ്രാഥമികമായ കാര്യങ്ങൾ, ഈ ഇവരെ പുനരധിവാസത്തിനായാലും മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും എല്ലാത്തിനും തികയുന്ന പണമുണ്ടത്. ആ പണം ഉപയോഗിച്ച്
ബാക്കി വേണ്ടി വരുന്ന പണം മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ, ഏതാണ്ട് 600ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയെങ്കിലും അവരെ അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചനയില്ല. ഇപ്പോഴും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് 27-ന് ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടുമെന്ന് പറഞ്ഞത് ഇനി എത്ര മാർച്ച് 27 കഴിഞ്ഞാലാണ് ഇത് പൂർത്തിയാകുന്നത്? അതിനകത്തൊരു വ്യക്തതയില്ല. ഇത്ര ദിവസം കൊണ്ട് ഈ വീടിൻ്റെ പദ്ധതി പണി ഞങ്ങൾ തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരാലോചനയില്ല. അത് സംബന്ധിച്ച് ഒരു തീരുമാനങ്ങൾ, കാരണം ഇന്നലെയും ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ കിടക്കുന്നവർ പറഞ്ഞു ഞങ്ങളുമായിട്ട് ഒരു കൂടിയാലോചന ഇതുവരെ നടന്നിട്ടില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? ഒരു ന്യായമായ രീതിയിൽ അവരോടൊന്ന് ചോദിക്കണ്ടേ, അവരുടെ പ്രതിനിധികളോട് സംസാരിക്കണ്ടേ? നിങ്ങൾ ഏത് തരത്തിലുള്ള വീട്, നിങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ചോദിക്കാനുള്ള ബാധ്യത ഈ സർക്കാർ സംവിധാനത്തിനില്ലേ? ചുമ്മാ നേരം വിളിക്കുമ്പോൾ ആട്ടിൻപറ്റത്തെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ ആ കളക്ടറേറ്റിൻ്റെ വാതിക്കൽ കുറേ പേരുടെ അടുത്ത് കൊണ്ടുവന്നു, കുറച്ച് പേപ്പർ കൊടുക്കുന്നു, നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ എഴുതിത്താ ഒപ്പിട്ടുക, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള മട്ടിൽ പറയുന്നു. ഇതൊരു മനുഷ്യത്വപരമായ സമീപനമല്ല സർക്കാരിൻ്റെ. സർക്കാർ ഇപ്പോഴും സാങ്കേതികത്വത്തിൽ തൂങ്ങി ഒരു ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മുടെ റവന്യൂ മന്ത്രിയുടെ നിയമസഭയിലെ പ്രകടനം കണ്ടാൽ തന്നെ മനസ്സിലാകും പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കീഴും കിഴക്കും അറിയാത്ത അവസ്ഥയിലാണ് ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നത്. ഏറ്റവും മനുഷ്യരാണ് അവരെ ഒരു മനുഷ്യരായിട്ടെങ്കിലും കണക്കാക്കി അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രായമായ സ്ത്രീകളെയും കൊണ്ടൊക്കെ ഈ ക്യാമ്പുകളിൽ എത്ര നാൾ കിടക്കും? അതായത് ഒരു ദുരന്തത്തെ അതിജീവിച്ച ഒരു സ്ത്രീ പ്രതികരിച്ചത് ഞങ്ങൾ ഇതിനൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ദുരന്തത്തെ ഇത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടാണ് അവരടുത്ത് പെരുമാറുന്നത് എന്നുള്ളതാണ്. അല്ലെ, ഞാനതാ പറഞ്ഞു, അതായത് മിനിമം മാനവികത അല്ലെ മനുഷ്യത്വം ഇല്ലാത്ത ഒരു സർക്കാർ സംവിധാനമായിട്ട് കേരള സർക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി. മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നടന്നേനെ. ഞാനതാ പറഞ്ഞു, സർക്കാർ ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് പണം കൊടുക്കരുതെന്നൊക്കെ പല ക്യാമ്പയിൻ വന്നിട്ട് പോലും ആൾക്കാർ ഒത്തൊരുമയോട് കൂടിയാണ് ഈ പണം കൊടുത്തത്. കാരണം സർക്കാരിന് ഇനിയിപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയുക, സർക്കാരിനെ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഈ പണമെല്ലാം വാങ്ങി വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പ്രളയകാലത്ത് കണ്ടതാണ്, പണം വാങ്ങിച്ച് പ്രളയകാലത്ത് സർക്കാരിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഇപ്പോൾ ഇത് അത്രത്തോളം പൈസ വന്നിട്ടില്ല. പ്രളയത്തിൽ അത് കിട്ടാത്തതിന്റെ കാര്യം എന്താണ്? ഈ സർക്കാരിന്റെ ഇതേപോലുള്ള ഈ വൃത്തികെട്ട സമീപനങ്ങൾ കൊണ്ടാണ്. പണം അടിച്ചുകൊണ്ട് പോകുന്നതിന് CPM-കാരായുള്ള ഉദ്യോഗസ്ഥന്മാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ദുരിതാശ്വാസ ഫണ്ട് അമക്കിക്കൊണ്ട് പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും പണം തന്നെ ഇവിടെയും വന്നതിനെ വരുന്നത്. സർക്കാർ തന്നെ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. ഒന്നും ചെയ്യുന്നില്ല. 8 മാസം എന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളിത് ഒരു 1-2 മാസം കൊണ്ട് ഇതിൻ്റെ പ്രാഥമികമായ പണികൾ നടത്തി അവരുടെ പുനരധിവാസം ഉറപ്പാക്കേണ്ടതായിരുന്നു. എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് തടി ഊരി പോവുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനാരെയാണ് കുറ്റം പറയുന്നത്? 750 കോടി രൂപ കേന്ദ്രം കൊടുത്തതല്ലോ, കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത പൈസയല്ലേ. ആ പൈസ ഇതിനു വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്ന പൈസയാണ്. ഈ പൈസ എടുത്തല്ലേ അവരുടെ കാര്യം ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങൾ ഇനി എത്ര നാൾ അവർ ഇതുപോലെ കഷ്ടം അനുഭവിക്കും? ഇതേ ജനങ്ങൾ ഇവിടെ കിടക്കുമ്പോഴാണ് KV തോമസിനെ പോലുള്ള വെള്ളാനകൾക്ക് 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്. PSC മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ ജനം കാണുകയാണ്, സാധാരണക്കാർ കാണുകയാണ്. ഒരു വശത്ത് ആശാ വർക്കർമാർ ഇവിടെ കിടന്ന് അവരുടെ ദുരിതം പറഞ്ഞ് സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു നിർവികാരമായ തരത്തിലാണ് സർക്കാർ പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇതിന് ഈ ജനങ്ങളോട് നിങ്ങൾ എന്ത് സമാധാനം പറയും? 2 ഗ്രാമങ്ങൾ ഒലിച്ചു പോയിട്ട് ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ പോകുന്നത്. ഇത് ജനങ്ങൾ പൊറുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല. 2 തിരഞ്ഞെടുപ്പുകൾ ഒരുപോലെ വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. ആ ജനങ്ങളെ എങ്കിലും മനസ്സിൽ കാണണ്ടേ? മനുഷ്യൻ്റെ സങ്കടം കാണാനുള്ള ഉത്തരവാദിത്വമാണല്ലോ സർക്കാരിനുള്ളത്. ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് കുറ്റം പറച്ചിൽ മാത്രം. കേന്ദ്രം തന്നില്ല. കേന്ദ്രം തരാത്തതിന് കേന്ദ്രം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ വേറെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണമായിരുന്നു. ഇല്ലേ, 750 കോടി കയ്യിലുള്ളപ്പോൾ നിങ്ങൾ ഇതിനെ കേന്ദ്രത്തെ കുറ്റം പറയുകയല്ലോ. നിങ്ങൾ ആദ്യം പണി ചെയ്യുക, എന്നിട്ട് അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. വീണ്ടും ജനങ്ങളെ തന്നെ സമീപിച്ചാൽ അവർ തന്നെ കൊടുക്കുമല്ലോ. ഒരു പ്രവർത്തിക്കുന്ന സർക്കാരാണെങ്കിൽ ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാവും. ഇല്ലേ, അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ലേ, അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ ഈ ജനങ്ങളാണല്ലോ വീട് വെച്ച് കൊടുക്കാനായിട്ട് വന്നത്. അല്ലാതെ സർക്കാരിൻ്റെ പൈസ പോക്കറ്റിൽ നിന്നുള്ള പൈസ എടുക്കാനല്ലല്ലോ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ സംഘടനകൾ, സഭാവിഭാഗങ്ങൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും വന്നിട്ടുണ്ട്. സർക്കാരിന്റെ വിശ്വാസം അതന്നെ ഇപ്പോൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. പലരും മുസ്ലിം ലീഗ് തുടങ്ങി, കത്തോലിക്ക സഭ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കഷ്ടപ്പെടുന്ന മനുഷ്യരോട് ഈ സർക്കാരിന് ഒരു കരുണയും ഇല്ല എന്ന് തന്നെയാണ് വീണ്ടും തെളിയിക്കപ്പെടുന്നത്.